എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കും അറിയില്ല. ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല മിഥുന്റെ അച്ഛൻ മനുവിനെ. വലിയപാടം സ്വദേശി മനുവിന് മേസ്തിരിപ്പണിയാണ്. വൈകിട്ട് നേരത്തെ വരാമെന്ന് മകനോട് പറഞ്ഞാണ് സ്കൂളിലാക്കി യാത്രയായത്. അമ്മയാകട്ടെ ഗൾഫിൽ വീട്ടുജോലി ചെയ്ത് ജീവിതം ഒരു വഴിക്ക് എത്തിക്കാനുള്ള പെടാപ്പാടിലും. സുജയെ വിവരം അറിയിക്കാൻ ആദ്യം കഴിഞ്ഞിരുന്നില്ല. കുവൈറ്റിൽ സുജ വീട്ടുജോലിക്ക് നിൽക്കുന്ന കുടുംബം തുർക്കിയിലേക്ക് വിനോദയാത്ര പോയിരിക്കുകയായിരുന്നു. ആ കുടുംബത്തിനൊപ്പം പോയ സുജയെ പലവട്ടം വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ എടുക്കുന്നില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. പിന്നീട് സുജയെ ഫോണിൽ കിട്ടിയെന്നും വിവരം ധരിപ്പിച്ചെന്നും അവർ അറിയിച്ചു. 3 മാസങ്ങൾക്ക് മുൻപാണ് സുജ കുവൈറ്റിലേക്ക് പോയത്. രാവിലെ സ്കൂളിൽ കൊണ്ടാക്കിയ മകന് അപകടം പിണഞ്ഞത് മനുവിന് താങ്ങാവുന്നതിലും അപ്പുറമായി. മിഥുൻ ഉൾപ്പെടെ 2 മക്കളാണ്. ഇളയ കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇവിടെ വന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എനിക്ക് അത്രയേ അറിയത്തുള്ളൂ. കൊല്ലം തേവലക്കര സ്കൂളിന്റെ അനാസ്ഥയാണോ എന്താണെന്ന് അറിയില്ല. മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. എൻ്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടു, അത്രയേ അറിയത്തുള്ളൂ. ഇന്ന് പണിയില്ലായിരുന്നു. സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വൈകിട്ട് നേരത്തെ വരാം മോനെ എന്ന് പറഞ്ഞു പോയതാണ്, മനു പറഞ്ഞു. കൂലിപ്പണിക്കാരനായ മനു ഇന്ന് പണിയില്ലാത്തതിനാലാണ് സാധാരണ സ്കൂൾ ബസ്സിൽ പോകാറുള്ള മകനെ ബൈക്കിൽ സ്കൂളിലെത്തിച്ചത്. സ്കൂളിൽ നിന്ന് മടങ്ങിയ മനുവിനെ പിന്നീട് തേടിയെത്തിയത് മകന്റെ മരണവാർത്തയായിരുന്നു. സ്കൂളിൽ കൊച്ചു മിഥുന്റെ ബാഗും ബുക്കുകളും ക്ലാസ് മുറിയിൽ കിടക്കുന്നത് കണ്ടവരുടെ ഉള്ളം വിങ്ങി. അധ്യാപകർക്കും കരച്ചിലടക്കാനായില്ല. സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് അനധികൃതമായി നിർമ്മിച്ച ഷെഡിന് മുകളിലെ വൈദ്യുതി ലൈനിൽ നിന്നാണ് 13-കാരന് ഷോക്കേറ്റത്. കളിക്കുന്നതിനിടെ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയ മിഥുനാണ് ഷോക്കേറ്റ് മരിച്ചത്. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും നിർദ്ദേശം നൽകി. അപകടാവസ്ഥയെപ്പറ്റി പലതവണ KSEBയെ അറിയിച്ചെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്നും ആരോപണമുയർന്നു. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് മിഥുൻ പഠനത്തിനെത്തിയിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. പടിഞ്ഞാറെ കല്ലട വലിയപാടം വിളന്തറ ക്ഷേത്രത്തിന് അടുത്താണ് മിഥുന്റെ വീട്. പട്ടുകടവ് സ്കൂളിൽ നിന്ന് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് ഈ അധ്യയന വർഷമാണ് മാറിയത്. ഹൈസ്കൂൾ പ്രവേശനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മാറ്റം. സ്കൂളിൽ കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കുന്നതിനിടയിലാണ് മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. ക്ലാസ്സിലെ ബെഞ്ച് ഉപയോഗിച്ച് സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് കയറുമ്പോൾ കാൽ തെറ്റി വൈദ്യുതി ലൈനിലേക്ക് വീഴുകയായിരുന്നു. സാധാരണ സ്കൂൾ ബസ്സിലാണ് മിഥുൻ സ്കൂളിലേക്ക് പോകുന്നത്. എന്നാൽ ഇന്ന് പിതാവ് മനുവാണ് മിഥുനെ സ്കൂട്ടറിൽ സ്കൂളിൽ എത്തിച്ചത്. എന്തായാലും സംഭവത്തിൽ സ്കൂൾ അധികൃതരും KSEB ജീവനക്കാരും പരസ്പരം പഴിചാരുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊല്ലം ജില്ലയിൽ നാളെ KSUവും ABVP പ്രവർത്തകരും നാളെ വിദ്യാഭ്യാസ ബന്ദാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ഉടൻ തന്നെ നൽകണമെന്ന് V. ശിവൻകുട്ടി ആവശ്യപ്പെടുകയും ചെയ്തു.